വർഷങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് പോകുന്നതല്ലേ. കണ്ണ് ചിമ്മി തുറക്കുമ്പോഴത്തേക്ക് ഇത് 2024 പോയി 2025 എത്തി. ജാനുവരി എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ആഘോഷങ്ങളുടെ ഒരു മന്താണ് കേട്ടോ. വെഡിങ് ആനിവേഴ്സറിയും പിന്നെ എൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുന്നത് ജാനുവരിയിലാണ്. ജാനുവരി 7th ഇന്നാണ് ഏട്ടൻ്റെ ബർത്ത്ഡേ. ഈ വ്ളോഗ് എപ്പോൾ വരും എന്ന് എനിക്കറിയില്ല. സോ നമ്മൾ കേക്ക് വാങ്ങാൻ പോയിരിക്കുന്നത് ഫലൂദയിലാണ്. ഇപ്രാവശ്യത്തെ സെലിബ്രേഷൻസ് നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം നീതാനും വന്നിട്ടുള്ള ഫസ്റ്റ് സെലിബ്രേഷൻസ് ആണല്ലോ. ഫലൂദയിൽ കയറി രസ്മലായി കേക്ക് ഓർഡർ ചെയ്തിരിക്കുമ്പോഴാണ് ഐസ്ക്രീം കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു റോയൽ ഫലൂദയും പിന്നെ ഏട്ടനൊരു ചിക്കു ഷേക്കും ഓർഡർ ചെയ്തത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഐസ്ക്രീമൊക്കെ ഫുള്ളായിട്ട് കഴിക്കുന്നത്. നിതാനം ഉറക്കം എണീച്ചതുകൊണ്ട് തന്നെ പിന്നെ ഏട്ടൻ കുറച്ച് സമയം നോക്കി, ഞാൻ ആസ്വദിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മളിത് വീട്ടിലേക്ക് പോവുകയാണ്. നീതാനുനെ കുറച്ച് സമയം പിടിച്ചിരുത്താൻ വേണ്ടി ഞാൻ വാങ്ങിച്ചൊരു സാധനമാണ് ഈ സ്പിന്നിങ് ടോയ്. നമുക്ക് ഈ കാറിൻ്റെ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുറച്ച് സമയം മക്കളെ ഇങ്ങനെ പിടിച്ചിരുത്താൻ പറ്റും കേട്ടോ. ഇതിനല്ലെങ്കിൽ ഞാൻ പരിവിഷ്ടങ്ങളിൽ കൊടുക്കാം. ടോഡ്ലേഴ്സുള്ള അമ്മമാർക്കും കുഞ്ഞു മക്കളുള്ള അമ്മമാർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആകും കേട്ടോ. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ചിങ്കു. ഈ ചിങ്കു എന്നുള്ളത് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരാണ് കേട്ടോ. ഞാനങ്ങനെ വിളിക്കൽ കുറവാണ്. ഏട്ടൻ്റെ വീട്ടിലെല്ലാവരും ഓൾമോസ്റ്റ് ഏട്ടനെ ചിങ്കു തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളെ കുട്ടി സെലിബ്രേഷൻ നമ്മൾ ആഘോഷിക്കുകയാണ്. ഇപ്രാവശ്യം ഏട്ടൻ്റെ ബർത്ത്ഡേക്ക് നമുക്ക് 3 ആൾക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റി. കറക്റ്റ് സമയത്തിന് ഏട്ടൻ നാട്ടിൽ വന്നുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇനി ജാനുവരി 9th എൻ്റെ ബർത്ത്ഡേ. എൻ്റെ ബർത്ത്ഡേ ആകുമ്പോഴത്തേക്ക് ഏട്ടൻ നാട്ടിലുണ്ടാവില്ല. ഏട്ടൻ തിരിച്ചു പോവുകയാണ് കേട്ടോ. കേക്ക് വാങ്ങി മുറിക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കല്യാണം കഴിഞ്ഞ ശേഷം ഏട്ടനില്ലാത്ത ആദ്യത്തെ ബർത്ത്ഡേ ആണ്. പക്ഷേ നീതാനും ഉണ്ട് കേട്ടോ നമ്മളവിടെ. അപ്പോൾ ഏട്ടൻ ഓൾറെഡി തന്നെ സർപ്രൈസായിട്ട് കേക്കൊക്കെ ഓർഡർ ചെയ്ത് വീട്ടിലെത്തിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു കേക്ക് കട്ടിങ് സെലിബ്രേഷൻ ആക്കി. അങ്ങനെ വർഷം ആദ്യം തന്നെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇതാ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനി അടുത്ത വർഷം ആവണം ഒന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ. വയസ്സ് 30 ആയി കേട്ടോ ഈ വർഷം. അപ്പോൾ ഈ വർഷം 30 വയസ്സാകുമ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.